ശശി തരൂർ രാജിവെച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാത്തോട്ട് എത്തിയതുമില്ല, BJP സ്വീകരിച്ചതായിട്ട് പറയുന്നുമില്ല. അപ്പൊ അങ്ങനൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത്. ഒരു കരിസ്മാറ്റിക് ലീഡറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പല അവസരങ്ങളിലും അദ്ദേഹം പോവും എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് കാരണമായിട്ടുള്ളത് രാംനാഥ് ഗോയങ്ക ഫൗണ്ടേഷൻ്റെ ഒരു യോഗത്തിൽ രാംനാഥ് ഗോയങ്ക അനുസ്മരണം എല്ലാ വർഷവും നടത്താറുള്ള ആ ഒരു ചടങ്ങിൽ രാംനാഥ് ഗോയങ്ക അറിയാമല്ലോ, പത്രത്തിന്റെ പുറത്ത് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഡിഷനുള്ള പത്രം. അതിന്റെ ഒന്നായിരുന്ന കാലത്തെ ഫൗണ്ടർ ചെയർമാനാണ് അദ്ദേഹം, രാംനാഥ് ഗോയങ്ക. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഈസ് നോട്ട് എ ന്യൂസ് പേപ്പർ, ഇറ്റ് ഈസ് എ മിഷൻ. അതാ ഒരു ദൗത്യമായിട്ട് എടുത്ത ഒന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അടിയന്തരാവസ്ഥക്കെതിരെ, രാജീവ് ഗാന്ധിക്കെതിരെ ഒക്കെ ആഞ്ഞടിച്ചൊരു പത്രമാണ്. ആ വലിയ ക്യാമ്പയിനായിട്ട് തന്നെ നടത്തി. ജയപ്രകാശ് നാരായണൻ വന്ന് വിശ്രമം എടുത്തിരുന്നത് മുംബൈയിലെ എക്സ്പ്രസ് ടവേഴ്സിലാണ്. ബോഫോഴ്സ് കുംഭകോണ സമയത്ത് ഏറ്റവും അധികം അരുൺ ഷൂരിയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ശരിക്കും ബോഫോഴ്സിനല്ല സ്ഫോടനം സംഭവിച്ചത്. സ്ഫോടനം ഉണ്ടായത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. വലിയ വാർത്തകൾ വന്നു. അതുപോലെ രാഷ്ട്രപതി ജയിൽ സിംഗും രാജീവ് ഗാന്ധിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത വാർത്ത പുറത്ത് ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്.